الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. صلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൻ-നംൽ 55-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം. ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനങ്ങൾക്ക് കൃത്യമായ അവരുടെ ദുഷ്പ്രവർത്തനങ്ങൾ, നീചപ്രവർത്തനങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ ആയത്തിൽ കാണുന്നത്. അവർക്ക് മുമ്പ് ആ ലോകത്താരും ചെയ്തിട്ടില്ലാത്ത നീചവൃത്തിക്ക് തുടക്കം കുറിച്ചത് ഈ ജനതയാണ്. നോക്കൂ നിങ്ങൾ, പരിഷ്കൃത സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ഇന്നും ലോകത്തിന്റെ വിവിധ കോണുകളിൽ വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട്. പുതിയ പുതിയ പേരുകളിൽ അറിയപ്പെട്ടുകൊണ്ട് അതിന് പലതരത്തിലുള്ള വർണ്ണങ്ങൾ ചാർത്തിക്കൊണ്ട് അലംഘനീയമായി വർണ്ണിച്ചുകൊണ്ട് അതൊക്കെയും അനുവദനീയമാക്കിയ വലിയ സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ സത്യതയ്ക്ക് ഏറ്റവും വലിയ തെളിവാണ്. നോക്കൂ നിങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് അവതരിക്കുന്നത്. അതിനും എത്രയോ കൊല്ലം 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമുഖത്ത് ഈ തരത്തിലുള്ള നീചവൃത്തികൾ സംഭവിച്ചത്. നോക്കൂ നിങ്ങൾ, അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നും ഭൂമുഖത്ത് ഈ വൃത്തികേടുകൾ നിലകൊള്ളുന്നത് എന്നത് ഇഷ്ടകരമാണ്, ഖേദകരമാണെന്ന് പറയാതെ വയ്യ. നോക്കൂ, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അഇന്നക്കും ലതഅതൂന റിജാല, ലൂത്ത് നബി അലൈഹിസ്സലാം തന്റെ ജനതയോട് പറയുകയാണ്, അഇന്നക്കും നിങ്ങൾ ആകുകയാണോ, ലതഅതൂന റിജാല, ആ പുരുഷന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുകയാണോ, ശഹവതൻ, കാമനിവാരണത്തിന് വേണ്ടി, കാമപൂർത്തീകരണം നിർവഹിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പുരുഷന്മാരെ തേടി ചെല്ലുകയാണോ, മിൻ ദൂനിൻ നിസായി, സ്ത്രീകളെ വിട്ടുകൊണ്ട് നിങ്ങൾ സ്ത്രീകളെ കല്യാണം കഴിക്കാത്തത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളെ പ്രാപിക്കാത്തത്? നിങ്ങൾ എന്തിനാണ്, നിങ്ങൾ ആ പുരുഷന്മാർക്ക് വേറൊരു പുരുഷനുമായിട്ട് എന്തിനാണ് ഈ രൂപത്തിലുള്ള ഈ കാമവേശ നടത്തുന്നതിനാണെന്ന് ലൂത്ത് നബി അലൈഹിസ്സലാം നേർക്കുനേരെ അവരോട് ചോദിക്കുകയാണ്. അതങ്ങേയറ്റം നീച പ്രവൃത്തിയാണ്, ദുഷ്പ്രവൃത്തിയാണ്, ഒരിക്കലും പാടില്ലാത്തതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അതല്ലാത്ത ശിർക്കും കുഫ്റുമുണ്ട്. പക്ഷേ അന്തും നിങ്ങളാണെങ്കിലോ ഖൗമുൻ തജ്ഹലൂൻ, മൂഢന്മാരായ വിഡ്ഢികളായ ഒരു ജനത തന്നെയാകുന്നു എന്നാണ് ആ ലൂത്ത് നബി അലൈഹിസ്സലാം പറയുന്നത്. കാര്യങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നില്ല, പഠനവിധേയമാക്കുന്നില്ല, ഉറ്റാലോചിക്കുന്നില്ല, വിവേകമില്ല, ഒരു തരത്തിലുള്ള ഒരു ആലോചനയുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു മൂഢന്മാരായിട്ടുള്ള ജനതയാണ് നിങ്ങൾ എന്നാണ് ലൂത്ത് നബി അലൈഹിസ്സലാം വിശേഷിപ്പിക്കുന്നത്. എന്നിട്ടും യാതൊരു സങ്കോചവുമില്ലാതെ അവർ അവരുടെ പ്രവൃത്തി തുടർന്നു പോയിക്കൊണ്ടേയിരുന്നു. അവസാനം അല്ലാഹു പിടികൂടി നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.